അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ വോയിസ് ഓവർ ഒന്നും ഇല്ലാതെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത് രാവിലെ ആകുമ്പോൾ തൊണ്ടയൊക്കെ ഒരു വല്ലാത്തൊരു ഫീലായിരിക്കും. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ സമയക്കുറവും നോമ്പും എല്ലാം കൂടി ആയതുകൊണ്ട് വോയിസ് ഓവർ ഇല്ലാതെ ചില വീഡിയോസൊക്കെ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ നമുക്കും പിന്നീട് കാണുമ്പോൾ അതൊരു രസമായിരിക്കുമല്ലോ അങ്ങനെ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ ഡേ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇക്കടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നോമ്പ് തുറയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ അവിടെ ഓരോരുത്തരും അവരവരെ കയ്യിലുള്ള ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു ഒരുമിച്ചിരുന്ന ഒരു നോമ്പ് തുറ എന്നുള്ള ഒരു പ്ലാനിലൂടെയാണ് ഈ ഒരു കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു ചിക്കൻ പോപ്സിക്കിളിൻ്റെ റെസിപ്പി ഞാൻ ഇടുമെന്ന്. അപ്പോൾ കുറച്ച് ലേറ്റായി പോയി, അന്ന് തന്നെ ഇട്ടാൽ മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നോമ്പിലല്ലേ സ്നാക്സിൻ്റെ റെസിപ്പി പെട്ടെന്ന് ഇടാത്തത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അതിൻ്റെ സമയമാണ്. അപ്പോൾ ഇത് 27ാമത്തെ രാത്രി കഴിഞ്ഞു, പിറ്റേ ദിവസം നോമ്പൊക്കെ തുറന്നതിന് ശേഷമുള്ള രാത്രിയാണ്. 28 നോമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ ദിവസം രാത്രി ഒരു 10 മണിക്ക് ശേഷം തറാവിയൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. ഈ റെസിപ്പിക്ക് ആവശ്യമുള്ള ചേരുവകൾ സവാള 2 സവാള മതിയാവും, ഒരു പകുതിയോളം കാബേജ്, കൂടെ തന്നെ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിക്കനും ഇതുപോലെ ബോയിൽ ചെയ്ത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് ഷ്രെഡ് ചെയ്തെടുക്കണം. ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കുക്കറിൽ റെഡിയാണ്. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഗാർലിക്കും ഫൈനായിട്ട് അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് ആയിട്ട്. ഗാർലിക് മാത്രമാണ്, ജിഞ്ചർ അല്ല. ഗാർലിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം ആദ്യം തന്നെ ഇതുപോലെ സൺഫ്ലവർ ഓയിലിലേക്ക് കുറച്ച് 2 സവാള നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നത്. കഷ്ണങ്ങളായിട്ടൊന്നും കിടക്കാൻ പാടില്ല. ചോപ്പിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതിയാവും. മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് പൾസ് ചെയ്തെടുക്കുമ്പോഴും ഈ ഒരു ചോപ്പിംഗ് റെഡിയായി കിട്ടും. ഞാനിത് ചോപ്പറിലാണ് ഇട്ടൊന്ന് ചോപ്പ് ചെയ്തത്. അത്യാവശ്യം ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാബേജ് ഒരുപാടാണ്, ഇതിൽ ക്വാണ്ടിറ്റി ഒരുപാടായതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റെ അളവിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി അതിലേക്ക് ചില്ലി ഫ്ലെക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കൈയളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്തായാലും 2-3 ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മറ്റു ഏതൊരു എരിവ് ഐറ്റംസും ആഡ് ചെയ്യുന്നില്ല, പൊടികളോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഗാർലിക്കും ചില്ലി ഫ്ലേക്സും വൈറ്റ് പെപ്പറും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ക്രഷ്ഡ് ആയിട്ടുള്ള വൈറ്റ് പെപ്പർ, അതിനൊരു പ്രത്യേക മണമാണ്. ബ്ലാക്ക് പെപ്പറിൽ നിന്നും വ്യത്യസ്തമാണ് വൈറ്റ് പെപ്പർ. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബ്രെഡും ചിക്കനും പിന്നെ പൊട്ടറ്റോ അതൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ ബ്രെഡ് എന്ന് പറയുന്നത് അതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കും. പിന്നെ ചിക്കനും ബ്രെഡും കൂടി ഒരു കോംബോ, അത് അടിപൊളിയാണ്. അപ്പോൾ ഈ പോപ്സിക്കിളൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ആ സ്റ്റിക്കിൽ തന്നെ ഇങ്ങനെ ഒന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രെഡും പൊട്ടറ്റോയും ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് അരച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ചിക്കൻ ഇതുപോലെ നന്നായിട്ട് അരച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ചിക്കൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്ന രീതിയിലും, പിന്നെ നമ്മൾ ചിക്കൻ ഡോണറ്റ്സ് ഒക്കെ കഴിക്കുമല്ലോ, ആ ഒരു ടേസ്റ്റും കിട്ടും. ഇങ്ങനെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഒന്ന് അരച്ച് ചേർക്കുന്ന സമയത്ത്. അപ്പം മാക്സിമം എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു ചിക്കൻ്റെ സംഭവങ്ങളാണ് റെഡിയാക്കിയിട്ടുള്ളത്. ബ്രെഡൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈയിട്ടൊന്ന് പിച്ചിട്ടിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനി മിക്സായി കിട്ടുന്ന സമയത്ത് എല്ലായിടവും നന്നായിട്ട് യോജിച്ച് കിട്ടും. അത് തനിയെ തന്നെ മാഷായിക്കോളും, ചേരേണ്ട ഇടത്തൊക്കെ പോയി ചേർന്നോളും. അതാണ് ബ്രെഡിൻ്റെ ഗുണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൊട്ടറ്റോയും കൂടി നന്നായിട്ട് സ്മാഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഈ സമയത്ത് കറക്റ്റാണെന്ന് നോക്കുക. ഇനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു സ്പെഷ്യൽ സംഭവമാണ് റെഡിയാക്കുന്നത്. ഇതിലാണ് അതിൻ്റെ ഉറപ്പൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ഔട്ടർ കോട്ടിന് നല്ലൊരു രുചിയും കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് മൈദയും മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ തന്നെ ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഫുള്ളും ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഇതിൽ മസ്റ്റാണ്.
ഔട്ടർ കോട്ടിന് ആ ചിക്കൻ സ്റ്റോക്കോടി കൂടി തന്നെ നമ്മളിത് ഇങ്ങനെ റെഡിയാക്കുകയാണെങ്കിൽ അത് ഡിപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ഉറപ്പായി കിട്ടും, എന്നുവെച്ചാൽ ഫിക്സായി കിട്ടും. അതിനൊരു ജെൽ ഫോം ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ജെല്ലി പോലെ ആവും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഔട്ടർ കോട്ട് നല്ല ഫിക്സായി ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റാണ്. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി. ചോപ്പിങ്ങും കാര്യങ്ങളും ഒതുക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്ന് തണുക്കാൻ വെച്ച്, പക്ഷെ അടിഭാഗം നല്ല ചൂടുണ്ട്. ഇനി ഇത് എല്ലാം ബോൾസ് ആക്കിയതിന് ശേഷമാണ് നമുക്കിനി സ്റ്റിക്കിലോട്ട് ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഹാജറയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനും ഹാജറയും കൂടി ഇതൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഇതുപോലെ സ്റ്റിക്കിലാക്കിയതിന് ശേഷം ഒന്ന് ഡിപ്പ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റിക്ക് എവിടെ നിന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല, ഐസ്ക്രീം സ്റ്റിക്ക്, അതാണ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. എല്ലാ കേക്ക് ഷോപ്പ്, കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. കേക്കിൻ്റെ പോപ്സിക്കിളൊക്കെ റെഡിയാക്കാറുണ്ടല്ലോ, ആ ഒരു രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇനി ഇതുപോലെ സ്റ്റിക്കിൽ വെച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. വയ്ക്കുന്ന സമയത്ത് ആ സ്റ്റിക്ക് നിൽക്കുന്ന സ്ഥലത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എൻഡിൽ. അപ്പോൾ അത് ഊരി വരാതിരിക്കാനാണ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഈ പാർട്ട്. വളരെ ഈസിയാണ് ഇതൊന്ന് ചെയ്തെടുക്കാൻ. ഇഷ്ടമുള്ളവർ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചെയ്തു തരും. എനിക്കിവിടെ ലാസ്റ്റ് ഒരു നോമ്പ് തുറക്കി കുട്ടികളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് എനിക്കത് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഫണ്ണായിട്ടും ഫീൽ ചെയ്യാറുണ്ട് എനിക്കിത് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ എല്ലാം ഇനി റെഡിയാക്കിയതിന് ശേഷം നോക്കാം. അങ്ങനെ ഇത് രാത്രി ഒരു 2:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഉറങ്ങണം. അതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലാക്കണം. പൊതുവേ ഞാനിത് തയ്യാറാക്കി ഫ്രീസറിലാണ് വയ്ക്കാറുള്ളത്. അപ്പോൾ നാളെ പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഫ്രീസറിൽ നിന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ താഴെ തന്നെ സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഡിപ്പ് ചെയ്യണ ആ ഒരു കോട്ടിംഗ് ആണ് ഇതിൻ്റെ ഉറപ്പ്. അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഫ്രിഡ്ജിലിരുന്ന് നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്യണത്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റാണ്. ഇനി ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും തിരക്കാണ്. ബാങ്ക് വിളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ്. എല്ലാവരും ബിസി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നല്ല സ്നാക്സും ഫ്രൂട്ട്സും ജ്യൂസും ഫ്രൂട്ട് സലാഡും സംഭവങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഇനി നമ്മളെ നോമ്പ് തുറക്കെ കഴിഞ്ഞതിന് നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. ചിക്കൻ സമൂസ, ചിക്കൻ കട്ട്ലേറ്റ്, ചിക്കൻ പൊട്ടിത്തെറിച്ചത്, പിന്നെ ചിക്കൻ പോപ്സിക്കിൾ, എല്ലാം ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ്, തണ്ണിമത്തങ്ങ, ഗ്രേപ്സ്, ആപ്പിള്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട് സലാഡ് എടുത്ത് പറയണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കടെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ അവിടെ ഒരാളിരുന്ന് എന്നെയും കൂട്ടോ എന്ന് വിളിക്കും പോലെയാണ് തോന്നിയത്. അങ്ങനെ അവിടെ ഒരു പൂച്ചയെ കണ്ടപ്പോൾ എടുത്തതാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണുക. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ വിട്ടുപോകണ്ട.